എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. 10 മണിയായി. പിന്നെ ഇന്ന് എൻ്റെ കുക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഇത് വെണ്ടയ്ക്ക തീയലാണ് കേട്ടോ. ഒരു വെണ്ടയ്ക്ക തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. വെണ്ടയ്ക്ക് നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ നല്ല വഴറ്റി മാറ്റി വെച്ചിട്ട് തേങ്ങ തിരുമ്മി തേങ്ങ വറുത്തിട്ട് പിന്നെ മുളക് പൊടി, ഒരു ശകലം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതിനകത്ത് നല്ല പാകത്തിന് മൂപ്പിച്ചിട്ട് അരച്ച്, എന്നിട്ട് ഞാനിതിനകത്ത് പുളിവെള്ളം പുഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയും സവാളയും കൂടെ വഴറ്റിയത് പുളിവെള്ളത്തിൽ ഒന്നും കൂടെ അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഈ അരച്ച് വെച്ചത് എടുത്ത് ഇതിനകത്ത് ഒഴിച്ച്, നമ്മൾ അരച്ച് വെച്ചത് ഇതിനകത്ത് എടുത്ത് ഒഴിച്ച് ഉപ്പ് പാകത്തിനിട്ട്, പിന്നെ ഒരു ശകലം ഈ സാധാരണ മിക്ക ആൾക്കാരും ഈ തീയലിന് കടുക് വറുക്കാറില്ല കേട്ടോ. ഞാൻ പിന്നെ എന്തെന്നോ ഈ കടുവൊക്കെ ഒന്നിങ്ങനെ കിടക്കും, കറിവേപ്പിലയൊക്കെ കിടക്കുമ്പോൾ നല്ലതാണ്. മിക്ക ആൾക്കാരും തീയലിന് കടുക് വറുക്കാറില്ല, കറിവേപ്പിലയൊക്കെ ഇടുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇച്ചിരി കടുക് വറുത്തു. അപ്പോഴും ഈ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കുമല്ലോ, മുളകൊക്കെ. അങ്ങനെ വെണ്ടയ്ക്ക തീയൽ, പാവയ്ക്ക മെഴുക്ക് വരട്ടി. എന്തെന്നോ ഇവിടുത്തെ മോന് മാലയ്ക്കൊന്നും പോകുന്നില്ല, മാലയിട്ട് പോകുന്നതല്ല, അവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. അവർ ഈ സീരിയലിലോ എന്തൊക്കെ പരിപാടിയുണ്ട്, സിനിമയിലോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് നോയമ്പാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഈ കറി വെച്ചങ്ങ് മാറ്റാമെന്ന് വിചാരിച്ച്. മീനിരിപ്പുണ്ട്, എനിക്ക് അമ്മയ്ക്ക് ഇരിപ്പുണ്ട് വങ്കട. ചോറ് കലത്തിൽ ഇച്ചിരി വേവാനുണ്ട് കേട്ടോ. ഇന്നലെ ഒരു പരുവത്തിന് ഞാൻ വേവാക്കി വാർത്ത് എടുത്തപ്പോഴത്തേക്ക് അങ്ങ് പയറ് പോലെ ഇരുന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇച്ചിരി ഒന്ന് വേവട്ടെ, ഉറയ്ക്കുമ്പോൾ അങ്ങ് ഇതായി പോകും. അങ്ങനെ പിന്നെ വിറവുള്ളതുകൊണ്ടേ പ്രശ്നമില്ല. അങ്ങനെ ഈ കറി വെച്ച് മാറ്റി എടുത്തിട്ട് മീൻ വെട്ടി കഴുകാമെന്ന് വിചാരിച്ച്. മാലയിട്ട് പോകുന്നല്ലെങ്കിലുമേ, പിന്നെ അമ്പലത്തിൽ പോകുന്നതല്ലേ, അതുകൊണ്ട് കറി റെഡിയായി കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇച്ചിരി കുറുകുറായിരിക്കട്ടെ, ഒരുപാട് ആൾക്കാരില്ലല്ലോ, മോന് മാത്രം. പിന്നെ എനിക്കും അമ്മയ്ക്കും, പിന്നെ അമ്മയ്ക്കും ഇച്ചിരി കുഴപ്പമില്ല, എനിക്കും എടുക്കാം. എന്നാലും മോന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പാവയ്ക്ക മെഴുക്ക് വരട്ടി. പിന്നെ ഇന്നലത്തെ ബീറ്റ്റൂട്ട് തോരൻ ഇരിപ്പുണ്ട്. ഇച്ചിരി ഒന്ന് വെള്ളം വറ്റിയെടുക്കണം. നല്ലതായെങ്കിലും ഒരു ശകലം കൂടെ ഒന്ന് മൊരിയുമ്പോൾ നല്ലതല്ലേ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും സവാളയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് എത്രാനാട്ടോ. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. ഞാൻ കാപ്പി കുടിച്ചില്ല, ഇത് റെഡിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ട് അമ്മയ്ക്ക് 11 മണിക്ക് അമ്മ ചോറ് കഴിക്കും. എന്തെന്നോ ഈ മരുന്ന് കഴിക്കുന്നുണ്ടേ, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഭയങ്കര വേവാണ്. വങ്കട ഇത് 2 100 രൂപയാണ് കേട്ടോ. രാവിലെ കൊച്ചു പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ശരി സഹോദരങ്ങളെ, കറിവേപ്പില ഉണ്ടോ, ഞാനിതേ ഉണങ്ങിപ്പോയില്ല. അങ്ങനെ ഞാൻ ഇതിനകത്തെല്ലാം കൂടെ ഊരിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. കഴുകിയെടുക്കാൻ നമുക്ക് കളയണ്ട, ഉണങ്ങിപ്പോയെന്ന് വെച്ചാൽ കളയണ്ട, ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വയ്ക്കാം. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. ഇതാണ് എൻ്റെ വീഡിയോ. ടാറ്റാ. ഇതുപോലെ വെച്ച് നോക്കണേ. ടാറ്റാ.